നമസ്കാരം. രാജ്യത്തെ സാധാരണക്കാരന്റെയും ചെറുകിട കച്ചവടക്കാരുടെയും കുടുംബ ബജറ്റ് പൂർണ്ണമായും തകിടം മറിച്ചുകൊണ്ട് പാചകവാതക വില വീണ്ടും കുത്തനെ കൂട്ടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ LPG സിലിണ്ടറിന് ഒറ്റയടിക്ക് 42 രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പുതിയ വില വർധനയോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3113 രൂപ 50 പൈസയായി ഉയർന്നു. മെയ് മാസം ആദ്യവാരത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് 993 രൂപയോളം കുത്തനെ കൂട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യവസായം മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. വാണിജ്യ സിലിണ്ടറുകൾക്ക് പുറമെ 5 കിലോയുടെ ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ വിലയിലും 11 രൂപയുടെ വർധന ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ 5 കിലോ സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ 821 രൂപ 50 പൈസയായി. നിലവിൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിലക്കയറ്റം വിപണിയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാക്കും. ഹോട്ടലുകൾ, തട്ടുകടകൾ, ബേക്കറികൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതോടെ വലിയ പ്രതിസന്ധിയിലായി. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വിലവർദ്ധനവ് ഹോട്ടൽ വ്യവസായത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിടുന്നത്. കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധികളിൽ നിന്നും കഷ്ടിച്ച് കരകയറി വന്ന ഹോട്ടൽ മേഖലയ്ക്ക് ഈ തീരുമാനം വലിയൊരു പ്രഹരമായി മാറി. പാചകവാതക വില കുതിച്ചുയർന്നതോടെ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഹോട്ടൽ ഉടമകൾ. ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ പോക്കറ്റ് ചോർത്തും. വില കൂട്ടിയാൽ ആളുകൾ ഹോട്ടലുകളിൽ നിന്ന് അകലുമെന്നും വില കൂട്ടിയില്ലെങ്കിൽ സ്ഥാപനം പൂട്ടിപ്പോകുമെന്നുമുള്ള ഇരട്ട പ്രതിസന്ധിയിലാണ് വ്യാപാരികൾ. പാചകവാതക വിലക്കയറ്റത്തിനൊപ്പം രാജ്യം നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണിയാണ് വരും ദിവസങ്ങൾ ഉണ്ടായേക്കാവുന്ന പാചകവാതക ക്ഷാമം. അന്താരാഷ്ട്ര വിപണിയിലെ വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സങ്ങളും ആഭ്യന്തര വിപണിയിലെ കടുത്ത നിയന്ത്രണങ്ങളും കാരണം വരും മാസങ്ങളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യതയിൽ കടുത്ത കുറവുണ്ടാകുമെന്നാണ് സൂചന. ആവശ്യത്തിന് സിലിണ്ടറുകൾ യഥാസമയം വിതരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ മാത്രമല്ല വരും ദിവസങ്ങളിൽ ഗാർഹിക മേഖലയെയും ബാധിക്കും. ചൂഷണം ഇത്രമാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ് സാധാരണക്കാരെ ഏറെ ദുരിതത്തിലാക്കുന്നത്. വിപണിയിൽ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനവില ഇതിനകം തന്നെ ഉയർന്ന നിരക്കിലാണ്. ഇന്ധനവില കൂടിയതോടെ ചരക്കുകൂലി വർദ്ധിക്കുകയും പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില പൊതുവിപണിയിൽ കുതിച്ചുയരുകയും ചെയ്യുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യ ഘടകമായ പാലിനും വില വർദ്ധിച്ചത്. പാൽ വില കൂടിയത് ചായ, കാപ്പി, ബേക്കറി പലഹാരങ്ങൾ എന്നിവയുടെ ഉൽപ്പാദന ചെലവ് വീണ്ടും കൂട്ടി. പെട്രോളും ഡീസലും പാചകവാതകവും പാലും ഒരുപോലെ വില കയറുമ്പോൾ തകരുന്നത് സാധാരണക്കാരുടെ നടുവാണ്. നിത്യവരുമാനക്കാരായ തൊഴിലാളികൾക്കും ഇടത്തരക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരായ ജീവനക്കാർ, വിദ്യാർത്ഥികൾ, IT ജീവനക്കാർ എന്നിവരെല്ലാം ഭക്ഷണവിലയിൽ ഉണ്ടാകുന്ന മാറ്റം നേരിട്ട് ബാധിക്കും. ചായയ്ക്കും ഊണിനും ലഘുഭക്ഷണങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില കൂട്ടാൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരാകും. ഇന്ധനവില ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ പാചകവാതകത്തിന് വീണ്ടും വില കൂട്ടിയ എണ്ണക്കമ്പനികളുടെ നടപടിക്കെതിരെ രാജ്യവ്യാപകമായി കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. അശാസ്ത്രീയമായ വിലനിർണ്ണയ രീതിയാണ് കമ്പനികൾ തുടരുന്നതെന്നും സബ്സിഡികൾ വെട്ടിക്കുറച്ചതും വാണിജ്യ സിലിണ്ടറുകളെ അമിതമായി ആശ്രയിക്കുന്ന ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുന്നതാണെന്നും വ്യാപാരി സംഘടനകൾ പറയുന്നു.